പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര അല്പസമയത്തിനകം കെ.സി. വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. മുതിർന്ന യു.ഡി.എഫ് നേതാക്കളെല്ലാം ഉദ്ഘാടന ചടങ്ങിൽ എത്തിയിട്ടുണ്ട്. സാമ്പത്തിക രംഗത്തും ആരോഗ്യ മേഖലയിലും കേരളം ഇത്രയും തകർന്ന കാലം ഉണ്ടായിട്ടില്ലെന്നും ഭാവി കേരളത്തെക്കുറിച്ച് ബദൽ നിർദ്ദേശങ്ങൾ പുതുയുഗ യാത്രയിൽ അവതരിപ്പിക്കുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. കാസർഗോഡ് നിന്ന് മുഹമ്മദ് അസ്ലം ചെയ്യുന്ന വിശദാംശങ്ങൾ നൽകാനായി. അസ്ലം, പരിപാടി എത്ര മണിയോടുകൂടി തുടങ്ങും? ആരൊക്കെയാണ് അവിടെ എത്തിയിട്ടുള്ളത്? ഒരു പ്രാധാന്യമുണ്ട്. ഒരു പുതുയുഗത്തിന്റെ തുടക്കം. പ്രതിപക്ഷ വി ഡി സതീശൻ നേതൃത്വം കൊടുക്കുന്ന പുതുയുഗ യാത്ര, യു.ഡി.എഫിന്റെ രാഷ്ട്രീയ ജാഥ പുതുയുഗ യാത്ര അല്പസമയത്തിനകം തന്നെ കാസർഗോഡിലെ കുമ്പളയിലെ ഈ വേദിയിൽ ആരംഭം കുറിക്കും. ചടങ്ങുകൾ തുടങ്ങി നേതാക്കൾ പ്രസംഗം തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഔദ്യോഗികമായി തന്നെ ഉദ്ഘാടനം AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലാണ് ചേരുന്നത്. അദ്ദേഹവും പ്രതിപക്ഷ വി ഡി സതീശനും അല്പസമയത്തിനകം ഈ വേദിയിൽ എത്തിച്ചേരുന്നതോടുകൂടി യു.ഡി.എഫിന്റെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള പുതുയുഗ യാത്രയ്ക്ക് തുടക്കം കുറിക്കും. ഇതൊരു തെരഞ്ഞെടുപ്പ് മുന്നോടിയാണ് രാഷ്ട്രീയ ജാഥ LDF-ന്റെ അല്ലെങ്കിൽ LDF സർക്കാരിന്റെ വീഴ്ചകൾ തുറന്നു കാണിക്കുന്ന ഒരു ജാഥ എന്നതിനപ്പുറം തന്നെ UDF ഭരണത്തിൽ വരുമ്പോൾ നടപ്പിലാക്കുന്ന വിവിധ മേഖലയിൽ നടപ്പാക്കുന്ന പദ്ധതികളെക്കുറിച്ചുള്ള പ്രഖ്യാപനം കൂടിയായി ഈ വേദി മാറും എന്നുള്ളതാണ് പുതുയുഗ യാത്രയെക്കുറിച്ചുള്ള യു.ഡി.എഫിന്റെ തന്നെ ആശയം. അതുകൊണ്ട് തന്നെ സാമ്പത്തിക മേഖലയെക്കുറിച്ച്, വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല തുടങ്ങി വ്യത്യസ്ത മേഖലകളിൽ യു.ഡി.എഫ് വന്നാൽ നടപ്പിലാക്കാൻ കഴിയുന്ന പദ്ധതികൾ കൂടി പ്രഖ്യാപിക്കുന്ന ഒരു ഇതായി മാറുകയാണ്. യു.ഡി.എഫിനെ സംബന്ധിച്ചോളം യു.ഡി.എഫിന്റെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി എന്ന നിലയിൽ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നൂറുകണക്കിന് ആൾക്കാരാണ് ഈ കുമ്പളയിൽ, കാസർഗോഡിൽ മഞ്ചേശ്വരം മണ്ഡലത്തിന്റെ ഭാഗമായ കുമ്പളയിൽ ഈ ജാഥയെ സ്വീകരിക്കുന്നതിന് വേണ്ടി ജാഥയുടെ ഉദ്ഘാടനത്തിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതേ വേദിയിൽ തന്നെയാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ വികസന പുനർജാഥയും തുടങ്ങിയിരുന്നത്. സ്വാഭാവികമായിട്ടും കാസർഗോഡാണ് എല്ലാ ജാഥകളുടെ തുടക്കം, അതുകൊണ്ടാണ് ഇവിടെയും തുടങ്ങുന്നത്. ഈ ജാഥയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു വശത്ത് ഈ ജാഥ മുന്നോട്ട് പോകുമ്പോൾ തന്നെ സമാന്തരമായി സീറ്റ് വിഭജന ചർച്ചകളും സീറ്റ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ കൂടി നടക്കുമെന്നുള്ളതാണ്. യു.ഡി.എഫിന്റെ സീറ്റ് വിഭജന ചർച്ച ഒരാഴ്ച കൊണ്ട് തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് യു.ഡി.എഫ് നേതൃത്വമുള്ളത്. അത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഈ യാത്രയിൽ സമാന്തരമായി തന്നെ പ്രഖ്യാപിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. സിറ്റിംഗ് MLA-മാരും സംവരണ മണ്ഡലങ്ങളിലെ പ്രധാനപ്പെട്ട നേതാക്കളടക്കമുള്ള ആൾക്കാർ ഉൾപ്പെടുത്തിക്കൊണ്ട് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് രാവിലെ മാധ്യമങ്ങൾ കണ്ടപ്പോഴും മീഡിയയോട് പ്രത്യേകമായി അഭിമുഖം നൽകിയപ്പോഴൊക്കെ തന്നെ പ്രതിപക്ഷ വി ഡി സതീശൻ ഉന്നയിച്ച കാര്യം എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു യുഗത്തിന്റെ അന്ത്യം കുറിക്കാൻ പോവുകയാണ്, ഇടതു ഭരണത്തിന്റെ അന്ത്യം കുറിക്കാനുള്ള ഒരു ജാഥയാണ് ഇത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല എല്ലാ മേഖലയിലും കേരളത്തെ തകർത്തറിഞ്ഞ ഈ ഭരണകൂടത്തിന് ബദലായ ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് ഉന്നയിക്കാനുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഉയർന്നു വരുന്ന വിവാദങ്ങൾ, മുഖ്യമന്ത്രി ചർച്ച അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ അത്തരം തർക്കങ്ങളൊന്നും യു.ഡി.എഫിൽ കോൺഗ്രസിൽ ഉണ്ടാവില്ല. അതെല്ലാം തീരുമാനിക്കാൻ അത്തരം ഒരു ചർച്ചകൾ, വിവാദങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്ന് ആരും ക്ലെയിം ഉന്നയിക്കേണ്ടതില്ല എന്ന് നേതാക്കൾക്ക് തമ്മിൽ തന്നെ ധാരണയായിട്ടുണ്ട്. അതൊക്കെ തന്നെ കേന്ദ്ര നേതൃത്വമാണ് തീരുമാനിക്കുക. ഞങ്ങൾക്ക് അധികാരത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒറ്റ ദൗത്യം മാത്രമാണ് ഞങ്ങൾക്കുള്ളൂ എന്നതുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു വിവാദങ്ങൾ, CPM ഉന്നയിച്ച വിവാദങ്ങൾ, അതിൽ ഫണ്ട് വിവാദം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും CPM തിരിച്ചടിക്കും. ഏതെങ്കിലും തെറ്റിയെടുത്തല്ല അവർക്ക് ഇനി കഴിയില്ല, കൂടുതൽ തെറ്റുകളിലേക്കാണ് പൊക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം പറയുന്നത്. എന്തായാലും LDF-എതിരായ കൃത്യമായ കുറ്റപത്രവുമായി, അതോടൊപ്പം തന്നെ LDF സർക്കാർ എവിടെയൊക്കെയാണോ വിളച്ചത്, പാളിയത്, അതിന് ബദൽ നിർദ്ദേശങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു യാത്രയായി ഇത് മാറുകയാണ്. എന്തായാലും അല്പസമയത്തിൽ തന്നെ കുമ്പളയിലെ ഈ വേദിയിൽ ഈ ജാഥ നടക്കും. ഇപ്പോൾ KPC അധ്യക്ഷൻ, കോൺഗ്രസിന്റെ പ്രധാന മുതിർന്ന നേതാവ് K. മുരളീധരൻ ഇപ്പോൾ ഈ വേദിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി അസ്ലം, ഏതായാലും അല്പസമയത്തിനകം പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. K. മുരളീധരനാണ് സംസാരിക്കുന്നത്. യു.ഡി.എഫിന്റെ മുതിർന്ന നേതാക്കളെല്ലാം പരിപാടിക്ക് എത്തിയിട്ടുണ്ട്. മുഹമ്മദ് അസ്ലമാണ് വിശദാംശങ്ങൾ നൽകിയത്.